ഞാൻ ഡോക്ടർ വിനയൻ KP, കൊച്ചി അമൃത ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് ന്യൂറോളജി വിഭാഗം മേധാവി. ഇന്ന് ഏപ്രിൽ 2 ഇത് വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ, അതായത് ലോക ഓട്ടിസ അവബോധ ദിനമായിട്ട് ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓട്ടിസത്തിൻ്റെ ഒരു ഇൻസിഡൻസ്, അതായത് മൊത്തത്തിലുള്ള ഒരു എണ്ണം വളരെ കൂടുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഇപ്പം നമുക്കൊരു 30 മുതൽ 40 വരെ കുഞ്ഞുങ്ങളിൽ ഒരാൾക്ക് ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങളുള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ് ഓട്ടിസം എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടികൾക്ക് വരുന്ന ഒരു ഡെവലപ്മെൻ്റൽ ഡിസോർഡറാണ്. ഡെവലപ്മെൻ്റൽ ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംസാരത്തിലുള്ള വ്യത്യാസം, കമ്മ്യൂണിക്കേഷനിലുള്ള വ്യത്യാസം. അതുപോലെ തന്നെ ഇത് ബുദ്ധിമാന്യമായിട്ട് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷേ ഇത് ബുദ്ധിമാന്യമല്ല. ബുദ്ധിമാന്യം ഇതിൻ്റെ കൂടെ ചിലപ്പോൾ കാണപ്പെടാം. അതായത് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ഓട്ടിസത്തിൻ്റെ കൂടെ കാണപ്പെടാം. പക്ഷേ പല ഓട്ടിസം ഉള്ള ആൾക്കാർക്കും ബുദ്ധിക്ക് വലിയ കുറവ് ഉണ്ടാവാറില്ല. കുട്ടികൾക്ക് ഒരു മുഖത്തോട്ട് നോക്കാനുള്ള ഒരു വ്യത്യാസം, അവർ കൃത്യമായിട്ട് മുഖത്ത് നോക്കില്ല. അതുപോലെ തന്നെ അവരുടെ ഒരു ലോകത്ത് കൂടുതൽ സമയം ചെലവഴിക്കുക, വേറെ കുട്ടികളായിട്ട് ചേർന്ന് കളിക്കാതിരിക്കുക. അതിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു സംഭവമാണ് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ആൺകുട്ടികളാണെങ്കിൽ അവർ വല്ലാതെ കിടന്ന് ഒരു ബഹളം കാണിക്കുക, ഓടി കളിക്കുക, പിന്നെ ഒരു ടെമ്പർ ടാൻട്രംസ്, നമ്മളൊരു സോഷ്യൽ സിറ്റുവേഷനിൽ പോകുമ്പം അവർ ഒരു അൺയൂഷ്വലായിട്ടുള്ള ബിഹേവിയറിൽ കാണിക്കുക. അതുപോലെ തന്നെ ചില പ്രത്യേക കൈകളുടെയും കാലുകളുടെയും മൂവ്മെൻറ്റ്, സ്റ്റീരിയോടിപ്പീസ് എന്ന് പറയും, അങ്ങനെ ഉണ്ടാവുക. ഇങ്ങനെ പല ലക്ഷണങ്ങളുണ്ട്. അപ്പോൾ ഇത് ഒരു രോഗലക്ഷണമാണ്. അതൊരു ബ്രെയിനിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു ചെറിയ വ്യത്യാസങ്ങളാണ്, ഒരു വ്യതിയാനങ്ങൾ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത് എന്തുകൊണ്ടുണ്ടാവുന്നു എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും ബ്രെയിനിൽ ഡാമേജ് ഉണ്ടോ ഇല്ലയോ. ബ്രെയിനിൽ ഡാമേജ് കൊണ്ടുണ്ടാവുന്ന ഓട്ടിസത്തിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് രീതികൾ വ്യത്യാസമുണ്ട്. അതല്ലാതെ വരുന്ന ഓട്ടിസത്തിൻ്റെ ചികിത്സാ രീതികൾ വ്യത്യാസമുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇതിനകത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഒരു പെട്ടെന്നൊരു റെമഡീനേക്കാളും കൃത്യമായിട്ടുള്ള ഒരു രോഗനിർണയവും അതുപോലെ തന്നെ റീഹാബിലിറ്റേഷൻ, അതായത് കൃത്യമായിട്ട് ഓക്യുപേഷണൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, അതുപോലെ തന്നെ ഡെവലപ്മെൻ്റൽ ഡിലേ ഉണ്ടെങ്കിൽ അതിനുള്ള തെറാപ്പി, ഫിസിക്കൽ തെറാപ്പി, ഇങ്ങനെ പല രീതിയിലുള്ള ഒരു കോംപ്രിഹെൻസീവായിട്ട് ഒരു നല്ലൊരു ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ പോയിട്ട് അതുപോലുള്ള ഒരു അസസ്മെൻറ്റ് നടത്തി കൃത്യമായിട്ടുള്ള ഏതൊക്കെ ലെവലിലാണ് ഡെഫിസിറ്റ് ഇരിക്കുന്നത്, ഏതൊക്കെ ലെവലിലാണ് ട്രീറ്റ്മെൻറ്റ് സപ്പോർട്ട് ആവശ്യമുള്ളത് എന്ന് മനസ്സിലാക്കി ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ ഈ വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേയിലെ സന്ദേശം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.